السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين صدق الله العلي العظيم. السلام عليكم. بسم الله الرحمن الرحيم والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ആദരണീയനായ ICC ട്രസ്റ്റ് സെക്രട്ടറി ഇക്ബാൽ സാഹിബ്, സഹോദരൻ EM മുഹമ്മദ് അമീൻ സാഹിബ്, മഹത്തായ ഈ സദസ്സിൽ മലക്കുകളോടൊപ്പം സന്നിഹിതരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ തൃക്കരിപ്പൂർ അതിൻ്റെ സാമൂഹിക സേവന പ്രവർത്തനത്തോടൊപ്പം തന്നെ ട്രസ്റ്റ് സെന്റർ അംഗങ്ങളുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സംസ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഖുർആൻ പഠന ക്ലാസുകൾ, അതുപോലെ എല്ലാ വർഷവും റമദാനിൽ എല്ലാ ദിവസവും പ്രഭാഷണ പരിപാടികൾ, മറ്റു വിഷയങ്ങൾ, ഇസ്ലാമിക വിഷയങ്ങളിലുള്ള ചർച്ചാ ക്ലാസുകൾ ഒക്കെ നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായി സെന്റർ ഒരുക്കിയിരിക്കുന്ന വിജ്ഞാന സദസ്സ് ഇന്നലെ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് രണ്ടാം ദിവസമായ ഇന്ന് പട്ടാമ്പി മസ്ജിദ് മദീനയുടെ ഖത്തീബ് EM മുഹമ്മദ് അമീൻ സാഹിബ് അവർകളാണ് നമ്മോട് ഇന്ന് സംസാരിക്കുന്നത്. മരണാനന്തരം എന്ന വിഷയത്തിൽ ആണ് ഇന്നത്തെ പ്രഭാഷണം. എല്ലാ
എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പ്രഭാഷണം സശ്രദ്ധം കേൾക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നതിനും അതോടൊപ്പം അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ കാരുണ്യവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭാഷണത്തിനായി സഹോദരൻ അമീൻ സാഹിബിനെ ക്ഷണിക്കുന്നു. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله أعوذ بالله السميع العليم من الشيطان الرجيم اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون صدق الله العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഇന്നലെയും ഇന്നും നാളെയുമായി സംഘടിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിക പ്രഭാഷണ പരിപാടിയിൽ മരണാനന്തരം അഥവാ പരലോക ജീവിതത്തെ സംബന്ധിച്ചാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രഭാഷണം നടത്തേണ്ടത്. നമ്മുടെ പ്രഭാഷണ പരിപാടികളിൽ തീർച്ചയായും നമ്മൾ ഉൾപ്പെടുത്താറുള്ള ഒരു വിഷയമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ വളരെ സുപ്രധാനമാണ് പരലോകത്തിലുള്ള വിശ്വാസം. ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെന്നും ഈ ജീവിതത്തിന്റെ കർമ്മങ്ങൾക്ക് രക്ഷാശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ട ഒരു സന്ദർഭം വരാനിരിക്കുന്നു എന്നുമാണ് പരലോക വിശ്വാസത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന് അസന്നിഗ്ധമായി
ശക്തമായി പരിശുദ്ധ ഖുർആനും വിശദീകരിക്കുന്നുണ്ട്. ആ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. വഹും ബിൽ ആഖിറത്തിഹിം യൂഖിനൂൻ. മുത്തഖീങ്ങൾ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. ഈ ജീവിതത്തിന് ശേഷം ഒരു പരലോകം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അത് യുക്തിഭദ്രമായി ബുദ്ധിപരമായി സമർത്ഥിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ജീവിതം, ഈ ദുനിയാവിലെ ജീവിതം ജനിക്കുന്നതിന് മുമ്പ് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്രതീക്ഷിതമായി ഇതുപോലത്തെ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതം ഉണ്ടാവുക ഇല്ല എന്ന് പറയാൻ എന്ത് ന്യായമാണ്? ഈ ജീവിതം നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടിയതല്ലോ. ഇനിയൊരു ജീവിതമില്ല എന്ന് എന്തർത്ഥത്തിൽ പറയും? എന്തേ അല്ലാഹു തആലക്ക് മറ്റൊരു ജീവിതം തരാൻ ശക്തിയില്ല? അവലൈസല്ലദീ ഖലഖസ്-സമാവാതി വൽ-അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ഇത്രയും വലിയ ആകാശലോകത്തെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ ഒരു ലോകം സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനല്ലേ? അതേ, അവൻ അങ്ങേയറ്റത്തെ സൃഷ്ടി വൈഭവമുള്ള സർവജ്ഞനാണ്. കോടാനുകോടി എണ്ണമറ്റ നക്ഷത്രഗോളങ്ങൾ അത്യത്ഭുതകരമായി സൃഷ്ടിച്ച അല്ലാഹുവിനെ ഒരു പരലോകം സൃഷ്ടിക്കുവാൻ എന്ത് പ്രയാസമാണുള്ളത്? ഇതാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിൽ അന്വേഷിക്കുക ആ വീട്ടിലെ വാപ്പാക്ക് എന്താ പണി എന്നാണ്. ആ വീട്ടിലെ തള്ളക്കൊന്ന് പണിക്ക് പോയി കൂടെ എന്നല്ല ചോദിക്കുക, അള്ളും ചോദിക്കുക അവനോട് തന്നെയാണ് എന്നാണ് കവ്വാമുന എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് പഠിച്ചത്. അതൊരു ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം പെണ്ണിനെ ഏൽപ്പിക്കാത്തത് കൊണ്ടാണ് പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞതെങ്കിൽ അത് എന്തോന്ന് വർത്തമാനം. അപ്പൊ ഞാൻ വേണ്ട രണ്ടാൾക്കും തുല്യാന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം ഉണ്ടാക്കൽ, ഭക്ഷണം കണ്ടെത്തൽ രണ്ടാളുടെയും ഡ്യൂട്ടിയാണ്. വീടുണ്ടാക്കൽ രണ്ടാളുടെയും ഡ്യൂട്ടിയാണ്. കുടുംബത്തിന്റെ വരുമാനം രണ്ടാളുടെയും ഡ്യൂട്ടിയാണ്. സുരക്ഷിതത്വം രണ്ടാളുടെയും ഡ്യൂട്ടിയാണ്. എങ്ങനെ ഉണ്ടാവും സംഭവം? ഈ ഉണ്ടാക്കിക്കൊണ്ടുവന്നത് വെച്ച് വളർത്താൻ തന്നെ ഉള്ള ഇടങ്ങേറില്ലേ പറയേണ്ടതില്ല. പിന്നെ അത് ഉണ്ടാക്കാനും കൂടി പോകണമെന്ന് പറഞ്ഞാലോ? 4 മക്കളുണ്ട്, ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി. ഭർത്താവ് പറയാണ് രണ്ടാളെ ഞാൻ നോക്കാം, രണ്ടാളെ നോക്കിക്കോ. എന്തായിരിക്കും സ്ഥിതി? കാരണം എന്താ? ഞാനും നീയും തുല്യരാണ്. അങ്ങനെ സ്ത്രീ പുരുഷ മേധാവിത്വം ഒന്നും വേണ്ട. ഞാനും തുല്യം നീയും തുല്യം, അതുകൊണ്ട് രണ്ടാളെ നീ നോക്കിക്കോ, രണ്ടാളെ ഞാൻ നോക്കിക്കോളാം. ഇടങ്ങറാവില്ലേ? പകരെന്താ? 4 ആളെയും ഞാൻ നോക്കിക്കൊള്ളാം, ഈ അവരൊക്കെ ശ്രദ്ധിക്കണം, വേണ്ടതൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം, ബാക്കി കാര്യങ്ങൾ. എത്ര നല്ല സഹകരണമാണ്, എന്തൊരു സുഖമാണ്. ഇതാണ് എന്ന് പറഞ്ഞത്. അധികാരത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ സങ്കല്പം തന്നെ അത് ഒരു ആസ്വാദനത്തിനുള്ളതോ ഒരു അലങ്കാരമോ അല്ല, പകരം അതൊരു ഭാരമാണ് എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം മരിക്കാൻ നേരത്തെ ചെന്നിട്ട് ചോദിക്കുകയാണ്, മോനെ ഖലീഫയാക്കട്ടെ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇതുകൊണ്ട് വല്ല ഗുണവും ഉണ്ടെങ്കിൽ ഉമറിന്റെ കുടുംബത്തിൽ കിട്ടിയിരിക്കും, ഇനി ഇത് താങ്ങാൻ കഴിയില്ല. കാരണം എന്താ? അധികാരം ഉത്തരവാദിത്തമാണെന്ന് ചിന്തിക്കുകയാണ്. ഇന്ന് ആളുകൾ അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്നത് അതൊരു ചക്കരക്കുടമാണ്, ആർക്കും കൈയിട്ട് വരാവുന്ന. അപ്പൊ പിന്നെ പറയാണ് പെണ്ണിന് അതിന് വരാൻ അവസരം കൊടുത്തിട്ടില്ല. അങ്ങനെയല്ല ദീനുൽ ഇസ്ലാം അധികാരത്തെ കാണുന്നത്. അതുകൊണ്ട് പെണ്ണിനെ ഭാരം ഏൽപ്പിക്കണ്ട എന്ന് വെച്ചിരിക്കുന്നു എന്നുള്ളൂ അവളുടെ ഉത്തരം. സാമ്പത്തിക രംഗത്ത് വളരെ വ്യക്തമാണല്ലോ കാര്യം. നമ്മൾ ആലോചിച്ച് നോക്കൂ, പെണ്ണിന് പണമുണ്ടെങ്കിൽ പെണ്ണ് പണം ചെലവാക്കേണ്ട ഒരു രംഗവുമില്ല, ആകെ സക്കാത്ത് കൊടുക്കൽ മാത്രമേ ഉള്ളൂ. പെണ്ണിന് പൈസ ചെലവാക്കൽ നിർബന്ധമുള്ള ഒരു രംഗവുമില്ല, ആകെ
പെണ്ണിന് പണത്തിൽ നിർബന്ധമായ ഒരൊറ്റ കാര്യമുള്ളൂ, അത് സക്കാത്ത് കൊടുക്കലാണ്. അതേസമയത്ത് ആണിനോ പണമുള്ളവൾ പോലും ആണെങ്കിലും പെണ്ണിന്റെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ചികിത്സയും വിദ്യാഭ്യാസവും സുരക്ഷിതത്വം ഒക്കെ ആണ് ചെയ്തുകൊള്ളണം. പിന്നെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം, പിന്നെ മാതാപിതാക്കളെ നോക്കിക്കൊള്ളണം, അതിന്റെ പുറമെ സക്കാത്തും കൊടുത്തുകൊള്ളണം. ഇതൊക്കെ അപ്പോഴും ആണിന്റെ ചുമതലയിൽപ്പെട്ടതാണ്. എന്നിട്ട് ഈ ആണിന്റെ പകുതി സ്വത്ത് എന്നാലും വേണം പെണ്ണിന് കൊടുക്കുക. അനന്തരാവകാശം വിധിക്കുമ്പോൾ ആണിന് കൊടുക്കണ അത്ര ഇല്ലെങ്കിലും അതിന്റെ പകുതിയൊക്കെ ഒരു ചെലവും ഇല്ലാത്ത പെണ്ണിനും കൊടുത്തോളണം. ഇതാണ് ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമത്തിന്റെ. വിമർശകർ ചോദിക്കാറുള്ളത് പെണ്ണിനെന്താ പകുതി എന്നാണ്. ഒരു ചുമതലയും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓർക്കും വേണമെങ്കിൽ ഒരു അന്തസ്. അതിനാ അങ്ങനെ ഇട്ടേച്ചു പോയാൽ പട്ടിണിയാവുന്നൊന്നും വിചാരിക്കേണ്ട, എൻ്റെ അടുത്തുണ്ട് 2 മുക്കാലി എന്ന ഒരു മനസ്സമാധാനം അവൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ഇന്നെ പോറ്റാൻ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഈ ഗുരുത്തം കട്ടവനായി എന്ത് പണ്ടാക്കാരനാണെങ്കിലും സഹിച്ചേക്കാം എന്ന് തീരുമാനിക്കേണ്ട ഗതികേടിലേക്ക് പെണ്ണെത്താതിരിക്കണം. അതിനെന്ത് വേണം? അയാൾ പോവുകയാണെങ്കിൽ അയാൾ പോട്ടെ, എന്നാലും ഞാൻ ജീവിക്കും എന്നൊരു ധൈര്യം അവൾക്ക് ഉണ്ടാകണം. അതിന് അവളുടെ പണം ഉണ്ടാകണം. ഇതിനാണ് സമ്പത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെ പേടിപ്പിക്കാനൊന്നും വരണ്ടാലും ഇങ്ങനെ ഒരു ബാധ്യതയില്ലാഞ്ഞിട്ടും സ്വത്ത് വീതം വെക്കുമ്പോൾ ആണിന്റെ അത്ര ഇല്ലെങ്കിൽ പകുതിയെങ്കിലും പെണ്ണിന് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ല നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പോലെ എല്ലാ പെണ്ണും ചെയ്യേണ്ട കാര്യമാണെങ്കിൽ പിന്നെ അല്ലാഹു തആല വരെ ഇരട്ടി കൊടുക്കണം എന്നാണ്. ആണിന്റെ ഇരട്ടി മക്കളെ നോക്കൽ പെണ്ണിന് ആണിനെ പോലെ പെണ്ണിന്റെ ഉത്തരവാദിത്തമാണെന്ന് അല്ലാഹു പറഞ്ഞിരുന്നെങ്കിൽ, വീടിന്റെ കാര്യം വീടുണ്ടാക്കൽ ആണിനെ പോലെ പെണ്ണിന്റെയും പണിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അല്ലാഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആണിന്റെ ഇരട്ടി പെണ്ണിൽ നിന്നാണ്. ഇപ്പൊ പറഞ്ഞത് പെണ്ണിന്റെ ഇരട്ടി ആണിൽ നിന്നാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളെ പരിഗണിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ എന്ന് പറഞ്ഞത്. എന്നിട്ട് പെണ്ണിനെ ഏൽപ്പിച്ച ഒരു പണി എന്താണ്? അവനെ നല്ല നിലയിൽ നിലനിർത്തണം, അവനെ സംതൃപ്തനാക്കണം. കല്യാണം കഴിച്ച ആണിന് അറബിയിൽ മുഹ്സിൻ എന്നാണ് പറയാ. മുഹ്സിൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കോട്ടയ്ക്കുള്ളിൽ സുരക്ഷിതനായവൻ എന്നാണ്. അഥവാ അവന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും പിന്നെ ആവശ്യങ്ങളും ഒക്കെ ഓള് നിറവേറ്റി കൊടുക്കും. ഓളെ കൊണ്ട് വേറൊരാൾക്ക് ഒരു സ്വന്തം ഉണ്ടാവില്ല, സുരക്ഷിതനാണ്. അതിന്റെ നേരെ മറുവശം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ അപകടകാരിയാണ് എന്നാണ്. അതുകൊണ്ട് അല്ലാഹു തആല കല്യാണം കഴിക്കണം എന്നല്ല പറഞ്ഞത്, വാങ്കിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ അനാഥരായ ആണുങ്ങളെയും അനാഥരായ പെണ്ണുങ്ങളെയും അനാഥരല്ലാത്ത ആളുകളെയും എല്ലാവരെയും കല്യാണം കഴിപ്പിക്കണം എന്നാണ്. കല്യാണം കഴിക്കണം എന്നല്ല പറഞ്ഞത്, കഴിപ്പിക്കണം. കാരണം എന്താ? ഓനെ പെണ്ണ് കെട്ടണമെന്ന് തോന്നുന്നില്ലെങ്കിലും ഓനെ കൊണ്ടൊന്ന് പെണ്ണ് കെട്ടിക്കണം എന്നുള്ളത് കുടുംബത്തിലെയും നാട്ടിലെയും ബാക്കിയുള്ളവരുടെ ഒരു ആവശ്യമായി മാറണം. കാരണം എന്താ? അവൻ സുരക്ഷിതനല്ല, അപകടകാരിയാണ്. അങ്ങനെയുള്ള അപകടമായിട്ട് ആളുകൾ നടക്കരുത്. അതിനെന്ത് വേണം? കല്യാണം കഴിപ്പിക്കണം പ്രായമെത്തിയാൽ. അത് പെൺകുട്ടികളെ കെട്ടിച്ചയക്കണം എന്നല്ല പറഞ്ഞത്, ആണുങ്ങളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണം. കല്യാണം പ്രായമെത്തിയിട്ട് കല്യാണം കല്യാണം കഴിക്കാതെ നടക്കാൻ വിടരുത്. നിശ്ചിത പ്രായത്തിൽ കെട്ടിക്കൊള്ളണം, കെട്ടിപ്പിക്കണം. അവരെ കൊണ്ട് ഉപദേശിക്കണം, സമ്മർദ്ദം ചെലുത്തണം, നിർബന്ധിക്കണം. അപ്പൊ ചിലപ്പോ പറയും വലിയ പണമൊന്നുമില്ല. അവൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ അല്ല പണക്കാരനാക്കിക്കൊള്ളും അവനെന്നാണ്. അത് ഞാനേക്ക് നിങ്ങൾ കെട്ടിപ്പിച്ചോ. അത്യാവശ്യം ജീവിച്ചു പോകാൻ വഴിയുണ്ടെങ്കിൽ, കഞ്ഞിക്കും ചമ്മന്തിക്കും വകയുണ്ടെങ്കിൽ കല്യാണം കഴിപ്പിക്കണം. കഴിയാത്തവനെ സഹായിച്ച് കല്യാണം കഴിപ്പിക്കണം. കാരണം എന്താ? പുരുഷൻ അസംതൃപ്തനായി അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ അവൻ പൊരുത്തപ്പെടിച്ചു. അത് ചെയ്യാതിരിക്കാൻ നോക്കേണ്ട പണി ആരേൽപ്പിച്ചിട്ടുണ്ട്? ഭാര്യയെ, പെണ്ണിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവനെ സംതൃപ്തനാക്കിയിട്ട് മാത്രമേ, അവനെ തൃപ്തനാക്കിയിട്ട് മാത്രമേ പുറത്തേക്ക് ഉണ്ടാവൂ. വേറൊരു പെണ്ണിനെ നോക്കേണ്ട, വേറൊരു വഴിക്ക് സഞ്ചരിക്കേണ്ട അവസ്ഥ അവനുണ്ടാകരുത്. അതുകൊണ്ട് അവനോട് എല്ലാ കാര്യത്തിലും സഹകരിക്കണം, ധാരാളം സ്നേഹം അവന് കൊടുക്കണം. അവൻ തൃപ്തനാണ് എന്ന് പെണ്ണ് ഉറപ്പുവരുത്തണം. എങ്കിൽ അവനെന്താ പറയണത്? സ്വർഗം ഞാൻ നിനക്ക് തരാം. ഒരു പെണ്ണ് മരിച്ചു, ആ പെണ്ണിനെ പറ്റി അവളുടെ മാന്യനായ സത്യവിശ്വാസിയായ ഭർത്താവിന് വളരെ സംതൃപ്തിയാണ്.
എങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് അവൾ സ്വർഗത്തിൽ കാണും. അഥവാ വേറെ വന്നുപോയ പല അബദ്ധങ്ങളും പോരായ്മകളും അല്ല പുറത്തു കൊടുക്കും. കാരണം എന്താ? ഒരുത്തനെ അവൾ നന്നാക്കി നിലനിർത്തിയിട്ടുണ്ട്. ഇതാ കാരണം. ഇങ്ങനെ പെണ്ണിന് ഒരു വലിയ ഉത്തരവാദിത്തം ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിലനിൽക്കണമെങ്കിൽ പരസ്പരം സഹകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കല്യാണം കഴിച്ച മാതാപിതാക്കൾ, കല്യാണം കഴിച്ച ദമ്പതിമാരെ കുറച്ചു കാലമേ വിയാപ്പിളയും മുയ്യുമായിട്ട് ഇരിക്കുകയുള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഉമ്മയും പാപ്പയുമാണ്. ഉമ്മയും പാപ്പയും ആകുക എന്നത് അതിൻ്റെ ഒരു സ്വാഭാവികമായ വളർച്ചയാണ്. അത് അവരിൽ നിലനിൽക്കണം. അതിനെന്ത് വേണം? ഒന്നാമതുണ്ടാകുന്നത് കുട്ടികളെ കുറിച്ചുള്ള അവരുടെ സങ്കല്പം എന്ത് എന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു അനിവാര്യമായ തിന്മ, ഒരു മാനക്കേട് എന്നുള്ളിടത്തേക്കാണല്ലോ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആലോചിക്കും. പണ്ട് പറഞ്ഞിരുന്നത് മതം ഏതായാലും മക്കള് 3 മതിയെന്നായിരുന്നു. പിന്നെ പറഞ്ഞത് നമ്മൾ 2 നമുക്ക് 2 എന്നാണ്. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ടില്ല നിങ്ങൾ വട്ടത്തിലൊരു ബോർഡ് ഇങ്ങനെ നാം 1 നമുക്കൊന്ന്. ഇനി എന്തെന്നാ പറയാനുള്ളത്? ഞാനും വേണ്ട നീയും വേണ്ട എന്ന് പറയും. വേറെ എന്തെന്നാ പറയാ? കുട്ടികൾ ആളുകളെ പരിചയപ്പെടുമ്പോഴും അങ്ങനെയാണ്. ഒരു കുട്ടിയുള്ള ആളോട് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാല് എനിക്ക് ഒരു കുട്ടി ഉണ്ട് പറയും. 2 ആണെങ്കിലും ചിലപ്പം പറയാം എനിക്കൊരു ഒരു മോനുണ്ട് എന്ന് പറയും. 2-ൽ കൂടുതലുണ്ടെങ്കിൽ മക്കൾ എത്ര ഉണ്ട്? ആ മക്കളൊക്കെ കുറച്ചുണ്ട്. അതൊരു 5-6 ഉണ്ടെങ്കിലും മക്കളൊക്കെ ഒരുപാട് ഉണ്ടപ്പാ പറയാം. അത് എണ്ണം കൊണ്ട് പറഞ്ഞു കിട്ടാൻ എന്തോ എന്നിട്ട് വളരെ മാനക്കേട് കൊണ്ട് കൂടി 4 6 എന്നൊക്കെ കൊണ്ട് പറയുമ്പോൾ എന്തോ ഒരു മാനക്കേട് പറയുന്നത് പോലെയാണ്. ഇത് എവിടുന്ന് വന്നതാ? മറ്റിടത്ത് വന്ന സങ്കല്പമാണ്, ഇസ്ലാമിൻ്റെതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഓളെ ഉമ്മ എത്ര വെച്ചിട്ടുണ്ട് നോക്കണം, ഓളെ ഏട്ടത്തി എത്ര വെച്ചിട്ടുണ്ട് നോക്കണം. അങ്ങനെ നല്ലോണം പ്രസവിക്കുന്നവളെ നോക്കി കല്യാണം കഴിക്കണം എന്നാണ്. കാരണം എന്താ പറയുക? പ്രസവിക്കുന്നവർക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. കാരണം അവളുടെ സ്നേഹം ഒറിജിനലാണ്, മറ്റത് കാട്ടിക്കൂട്ടുകയാണ്. ഇതാ കാരണം. എല്ലാവർക്കും അള്ള കൊടുത്തവർക്ക് ഉണ്ടാവുള്ളൂ, ഒരാൾക്ക് ഉണ്ടാകുന്നില്ലാത്തത് പഴയ കുറ്റമൊന്നുമില്ല. പക്ഷെ സെലക്ഷൻ ഒരാൾ തെരഞ്ഞെടുക്കുമ്പോൾ മുന്തിയത് എന്ന് പറഞ്ഞത് ധാരാളം പ്രസവിക്കുന്നവരാണ്, വധൂതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ പറഞ്ഞു തരുന്നത് സൂറത്തുൽ ദഹർ. അക്കൂട്ടത്തിൽ അല്ലാഹു പറയാണ് വയതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബതഹും ലുഅ്ലുഅൻ മൻസൂറാ. എന്നും സ്വർഗത്തിൽ എന്നും അവരുടെ ചുറ്റിലും കുട്ടികൾ ഉണ്ടാകും. ആ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്നും കുട്ടികളെ കിട്ടും. ആ 1-ാം വയസ്സിലെ പാൽപുഞ്ചിരി ഉണ്ടല്ലോ, അതെന്നും നിലനിൽക്കും. നമ്മൾ ആണുങ്ങളൊക്കെ അനുഭവിക്കാനുള്ളൊരു പ്രശ്നമാണ്. നമ്മളിങ്ങനെ ഓമനിച്ചേർന്നൊരു പെൺകുട്ടി ഉണ്ടാവും ചിലപ്പോൾ അയൽപക്കത്ത്. അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കാലത്ത് അവളെ ഒക്കത്ത് വെച്ചൊക്കെ നടക്കലുണ്ടാവും. കുറച്ച് കാലം കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ അവൾ കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. എന്നാലും സാരില്ല, ചെറിയ പരിചയമൊക്കെ. പിന്നെ ഒരു 2-3 കൊല്ലം കൂടി കഴിഞ്ഞ് നോക്കുമ്പോൾ അവള് നമ്മളെ കണ്ടാൽ ഓടുകയാണ്, നാണിക്കാണ്. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ അവളെ തൊട്ടാ പോലീസ് പിടിക്കും. പിന്നെ ഈ മണി കൊണ്ടിടുന്ന കുട്ടിയാണിത്, പെൺകുട്ടിയായിട്ട് വലുതായി പോയി. നമുക്കിപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടാകുക ആ ഒക്കത്ത് വെച്ചുകൊണ്ടിരുന്ന പൊന്നു മോളെ കുറിച്ചാണ്. പക്ഷെ പിന്നെ തൊടാൻ പറ്റില്ലല്ലോ, കാണാൻ തന്നെ പറ്റില്ല. അവള് നമ്മളെ മുമ്പിലേക്ക് വരികയെന്നൊക്കെയാണ്. അതേ സമയത്ത് മനസ്സിൽ നമ്മുടെ ഓർമ്മയിലുണ്ടാകുക ആ 1-ാം വയസ്സിൽ ഒക്കത്ത് കൊണ്ടിടുന്ന ഓർമ്മയായിരിക്കും ഉണ്ടാകുക. ഇത് ഉണ്ടാവില്ല സ്വർഗത്തിലെ കുട്ടികൾക്ക് എന്നാ പറഞ്ഞത്. എന്നും ആ പാൽപുഞ്ചിരി നിലനിൽക്കുന്ന അവസ്ഥയിൽ എന്നും ഉണ്ടാകും. കാരണം സ്വർഗത്തിൽ ഒരു ആനന്ദമാണ് കുട്ടികൾ ഉണ്ടാകുക, ധാരാളം കുട്ടികൾ. വാരിയെറിഞ്ഞ മുത്തുകൾ പോലെ എന്നാണ്. അതിൽ 2 കാര്യമുണ്ട്. ഒന്ന് ധാരാളം ഉണ്ടാകും, രണ്ടാമത്തത് നമ്മൾ കുട്ടികളെ കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പം എന്താണ്? അതിങ്ങനെ അടബില് അച്ചടക്കത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒതുക്കി ഇരുത്തി കൊള്ളണം. അല്ല, അങ്ങനെയല്ല കുട്ടികളെ പഠിച്ചത്. ഭാരിച്ചതറിയാണ്ടിട്ടിരിക്കുകയാണ്. എവിടൊക്കെ കിടക്കും, അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും കൂട്ടി. അങ്ങനെയാ കുട്ടികൾ. അതാണ് നല്ല കുട്ടികൾ എന്ന് പറയുന്നത്. പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇണകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ. ഇതായിട്ടും മക്നൂൻ, പതിച്ചു വെച്ച മുത്തുകൾ പോലെയാണ്. സ്വർഗത്തിലെ സുന്ദരികളെ കുറിച്ച് പറഞ്ഞപ്പോ പതിച്ചു വെച്ച മുത്തുകൾ, കുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പോ വാരിയെറിഞ്ഞ മുത്തുകൾ. അഥവാ അമ്മാന്റെ അച്ചടക്കം ഉണ്ടാവില്ല ദുനിയാവിൽ കുട്ടിക്ക് എന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. കുട്ടികളെ വളർത്തുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. ആധുനികമായി അതിന് പഠിപ്പിച്ചു തരാൻ ഒരുപാട് പാരന്റിങ് ക്ലാസ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്, നടത്തുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുടെ ക്ലാസ്സുകളിലും അത്തരം ആളുകളെ വിളിച്ചുകൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. വികൃതി കുട്ടികൾ. നമ്മുടെ കുട്ടികളോട് എങ്ങനെ പെരുമാറണം?
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ കാന ലഹു സബിയ്യുൻ, ഒരാൾക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ഫൽയതസാബൽ, അവൻ ആ കുട്ടിയോട് കുട്ടിക്കളി കളിക്കട്ടെ. കുട്ടിയോട് ഉപ്പ ചോദിക്കേണ്ടത് നിസ്കരിക്കാൻ പഠിച്ചോ നോമ്പെടുക്കാൻ പഠിച്ചോ എന്നല്ല, അതിൻ്റെ മുമ്പ് അവൻ്റെ കാറെവിടെ, അത് ഉരുട്ടാൻ അറിയോ, നിനക്ക് ആന കളിക്കാൻ അറിയോ, ആനയെ കണ്ടിട്ടുണ്ടോ, ഉപ്പയുടെ പുറത്ത് കയറിയിരുന്നോ എന്നൊക്കെ പറഞ്ഞാണ് ഉപ്പ വർത്താനം പറഞ്ഞു തുടങ്ങേണ്ടത് എന്നർത്ഥം. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളല്ല കുട്ടികളോട് പറയേണ്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി നിസ്കരിക്കുകയാണോ എന്ന് ആന കളിക്കുകയാണെന്നോ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹു പേരെ കുട്ടികൾക്ക് വേർതിരിച്ചറിയില്ലല്ലോ. ഹുസൈൻ റളിയല്ലാഹു അൻഹു കാണുന്നത് റസൂൽ ഇങ്ങനെ സുജൂദിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഓൻ വിചാരിക്കുന്നത് ഇത് എനിക്ക് കാണാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അങ്ങനെ പെരടി കയറി അവിടെ ഇരിക്കുകയാണ്. ആരുടെ പെരടി, ആര് കയറി? ഉമാമ റളിയല്ലാഹു അൻഹ, സൈനബ റളിയല്ലാഹു അൻഹുവിന്റെ മോള് ഒക്കത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ് റസൂൽ. ഇമാമ നിന്ന് നിസ്കരിക്കുമ്പോൾ കയ്യിൽ കൂട്ടി, എന്നിട്ട് സുജൂദിൽ പോകുമ്പോൾ അവിടെ വെക്കും, എന്നിട്ട് സുജൂദ് കഴിഞ്ഞ് വെക്കുമ്പോൾ പിന്നെ എടുത്തുകൊണ്ട് പോകാൻ. നമ്മുടെയൊക്കെ വീടുകളുടെ രീതിയുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നതാണ്. നിങ്ങളൊക്കെ എങ്ങനെ എനിക്കറിയില്ല. ഉമ്മാന്റെ ഒക്കെ വിവരമില്ലാത്തൊരു കാര്യമുണ്ടല്ലോ. അന്ന് ഉമ്മാന്റെ ഉമ്മാമാന്റെ വലിയമ്മാന്റെ ഒക്കെ ഒരു നിസ്കാരപ്പായ ഉണ്ടാവും. കുട്ടികൾ അതിന്റെ 7 അടി അകലെ നിന്നോളൂ നിസ്കാരപ്പായുടെ അടുത്തേക്ക്. അതേ സമയത്ത് നമസ്കാര ലോകത്തിനെ പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കയ്യിൽ കുട്ടിനെ പിടിച്ചുകൊണ്ട് നിസ്കാരം പഠിക്കേണ്ടതാണ്. എത്രത്തോളം അത് പരിഗണിച്ചിരിക്കുന്നു. ഒരിക്കൽ നമസ്കാരത്തിന്റെ ഇടയിലിട്ട് ബാക്കിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. അപ്പൊ വലിയ സൂറത്ത് തുടങ്ങിയ നബി വേഗമായിട്ട് അവസാനിപ്പിച്ചിട്ട് അള്ളാഹു വെക്കുമ്പോൾ റുക്കൂലേക്ക് വേഗം നിസ്കാരം തീർത്തു. എന്താ നബി നിങ്ങൾ ഇത്ര പെട്ടെന്ന് നിസ്കാരം തീർത്തു? ആ കുട്ടി കരയുമ്പോ നിന്റെ ഉമ്മാക്ക് വിഷമങ്ങളുണ്ടാവില്ല, എമ്മയും കുട്ടി കൂടി പള്ളിക്ക് വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് നിസ്കാരം കണ്ട് ചുരുക്കാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. ഇങ്ങനെ പോയാൽ ഒരുപാട് പാരന്റ്, ഇപ്പൊ ഞാൻ വികൃതി കുട്ടികളെ കുറിച്ച് പറഞ്ഞു. നമുക്ക് വികൃതി കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം? അപ്പൊ ഭയങ്കര വികൃതിയാണ്. നല്ലൊരു വടി കരുതിക്കും, ഒരു വടിപടെ വെട്ടിക്കൊണ്ടെന്ന് വിളിച്ചിട്ടാണ് വികൃതി. പക്ഷെ മനഃശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ? ഒരു ചെറിയ കുട്ടി വികൃതിയാണെങ്കിൽ ഇപ്പൊ വളരെ മര്യാദക്കാരനാണ്. കുട്ടിക്ക് കൊടുത്ത ഒരു കളിപ്പാട്ടം അത് കേടുവരുത്തില്ല, അത് കളയുമില്ല. വളരെ എന്ത് നല്ല കുട്ടി. അത് എത്ര ഒരു കൊല്ലം മുന്നേ വാങ്ങിക്കൊടുത്ത കാറ് എപ്പോഴും ഒരു പര പോലെ വീണിട്ടില്ല. എത്ര ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നു. കുട്ടികളൊക്കെ എങ്ങനെയായി കിട്ടിയെങ്കിൽ നന്നായിരുന്നു. പക്ഷെ മനഃശാസ്ത്രം പറയുന്നത് എന്താ? ബുദ്ധിയാണ്. ആവറേജ് ശരാശരിയിലും താഴെ ബുദ്ധിയാണ് ചെറുപ്പത്തിലെ മര്യാദക്കാരനായത്. കുറച്ചൊക്കെ കളിച്ചിട്ട് മടുത്ത് പിന്നെ എവിടെയെങ്കിലും ഇട്ട് അതിനിപ്പോ ഒരു താല്പര്യമില്ല എന്നാണ് കുട്ടിയുടെ പെരുമാറ്റമെങ്കിൽ ആവറേജ് കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ ബുദ്ധിയുള്ളൊരു കുട്ടിയാണ്. കിട്ടിയ അന്ന് തന്നെ കേടുവരുത്തുന്നുണ്ടെങ്കിൽ ബ്രില്യൻറ്റ്, ഭയങ്കര ബുദ്ധിശാലിയാണ്. നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ നല്ലൊരു വടി കണ്ടെടുത്തിട്ട് ഈ ബ്രില്യൻ്റ് ആയവരെ ബിലോ ആവറേജ് ആക്കിയിട്ടേ അടങ്ങുള്ളൂ. കുട്ടികളിങ്ങനെ പിടിച്ച് കയറും. നമ്മളെന്താ എളുപ്പമുള്ള പണി എന്താ? ചാന്തിക്ക് ഒരൊറ്റ അങ്ങോട്ട് കൊടുത്താൽ പിന്നെ അതിനെ കയറുമ്പോൾ ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ കയറില്ല എന്നാണ് നമ്മുടെ എളുപ്പപ്പണി. പക്ഷെ മനഃശാസ്ത്രം പറഞ്ഞത് എന്താ? കുട്ടിക്ക് കയറണം എന്ന് താങ്ങി കൊടുക്കണം. വീഴുന്നു അവൻ അറിയില്ല. അതുകൊണ്ട് ഉമ്മ ഇപ്പം എന്ത് ചെയ്യണം? വീഴാതെ നോക്കുന്ന പണി അതേ ഏൽക്കണം. എന്നിട്ട് ഗ്രില്ലിമ്മ പിടിച്ച് കയറുന്ന കുട്ടിക്ക് താങ്ങി കൊടുക്കണം. കാരണം അവൻ്റെ കഴിവാണ് ഈ പുറത്തെടുക്കുന്നത്. അതിനെ അടിച്ചമർത്തരുത്, വളർത്തണം. ഈ കാറ് കിട്ടിയെന്ന് കേടുവരുത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കേടുവരുത്താൻ നമ്മൾ പറയാണ്. കുട്ടിയുടെ സംശയം ഇതെന്താ ഇവിടെ അമർത്തുമ്പോൾ അവിടെ തിരിയുന്നത്, ഈ ചക്രം എപ്പോഴും അങ്ങോട്ട് തന്നെ എങ്ങനെ തിരിയുന്നത്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പാട്ട് കേൾക്കണമല്ലോ, ആരാ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്? അപ്പൊ ഇതിപ്പോ ഇങ്ങനെ നല്ലോണം സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് അതിന്റെ ശരിയായ പോയിന്റിൽ തിരിച്ച് അയച്ചെടുത്ത് പരിശോധിച്ച് അവിടെ തന്നെ ഫിറ്റ് ചെയ്യാൻ ഇപ്പം 2 വയസ്സായി കുട്ടി കളിക്കും ഇല്ല. പിന്നെ അത് കുറെ ഇങ്ങനെ ഞെക്കിയൊക്കെ നോക്കി കിട്ടില്ല, കുറെ മേടി നോക്കി, അവസാനം കുറച്ച കയറാണ് എറിഞ്ഞിട്ട് പൊളിച്ച ആരായാലും ഉള്ളിൽ പാടുന്നത് കാണാമല്ലോ. ഈ അന്വേഷണമാണ് ഈ കുട്ടി നടത്തുന്നത്. അത് മര്യാദക്ക് നടത്താനുള്ള കഴിവൊന്നും അവനില്ല. നമ്മളെന്തെങ്കിലും വെച്ചാൽ വല്ലാത്ത സ്നേഹം അങ്ങോട്ട് കാട്ടിയിട്ട് 10,000-ന്റെ കാറ് അങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് അങ്ങോട്ട് പറയും നല്ല പുതിയ കാറാട്ടോ, കേടുവരുത്തരുത്, അങ്ങനെ ആകുമ്പോൾ കേടുവരുത്തി ഞാൻ വാങ്ങി വെക്കും എന്നൊക്കെ പറയും. വാങ്ങി വെക്കുകയും ചെയ്യും. അതിനുണ്ടാക്കില്ല ഷോക്കേസ് എന്ന് പറഞ്ഞ സാധനം. എന്നിട്ട് കുട്ടിയുടെ കയ്യിൽ നിന്ന് 2 ദിവസമൊക്കെ കളിച്ചിട്ട് പിടിച്ചു വാങ്ങിയിട്ട് കേടുവരുമെന്ന് പറഞ്ഞിട്ട് വെച്ച് കൂട്ടി. കാരണം എന്താ? 10,000 ഉറുപ്പ്യൻ്റെ സാധനമാണത്. അപ്പൊ അടുത്ത തവണ വരുമ്പോഴും ചോദിക്കുക കേടുവരുത്തുന്നു. കാരണം അത്ര ഉറുപ്പ്യൻ്റെ മുതലാണ്. വേണ്ടസ്റ്റാ നിന്റെ മുതല് 10 ഉറുപ്പ്യൻ്റെ കാറ് വാങ്ങി കൊടുക്കുക. ഓൻ തന്നെ കേടുവരുത്തട്ടെ. 10,000 ഉറുപ്പ്യക്ക് എത്ര കൊല്ലം വാങ്ങി കൊടുക്കാൻ കാറ്?
എന്നിട്ട് അവനെന്താ ചെയ്യേണ്ടത് ഞാൻ ചെയ്യട്ടെ. ടയർ ഊരി വലിച്ചിട്ട് പെട്ടി മാത്രമായിട്ട് നടക്കണോ? അങ്ങോട്ട് നടക്കട്ടെ. 10 ഉറുപ്പ്യക്കും 20 ഉറുപ്പ്യക്കും 25 ഉറുപ്പ്യക്കും ഒക്കെ കിട്ടുന്ന കാറുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് വാങ്ങിക്കൊടുത്താൽ മതി, അതുമ്പോ വളരുവന്. ആരാ പറഞ്ഞത് 10,000 ഉറുപ്പ്യന്റെ ആംബുലൻസ് വാങ്ങിക്കൊണ്ടരാൻ? ആരും പറഞ്ഞിട്ടില്ല. ആവശ്യമില്ലാത്ത പണി ചെയ്തിട്ട് പിന്നെ അത് റൂറത്താക്ക് കൂടി വന്നു. ഞാനൊരു കളിപ്പാട്ടത്തിന്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ മക്കളോട് എന്തൊക്കെ മുഖ്യത്തര കാണിക്കുന്നു, നമ്മുടെ വിവരക്കേട്. ഈ വിഷയകമായി കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അല്ലാഹു തആല നമ്മളെടുത്ത് തന്ന ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ കുട്ടികൾ. അവരെ നമ്മൾ സ്നേഹിച്ച് വളർത്തിയിട്ട് നരകത്തിലേക്ക് ഒരു നല്ല വിറകുകൊള്ളിയല്ല ആക്കേണ്ടത്. പകരം അവർക്ക് ഇഹലോകത്തും പരലോകത്തും സുഖവും സന്തോഷവും ഉള്ള ഒരു ജീവിതമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ ജീവിക്കാൻ പറ്റുന്നവരായിട്ട് അവരെ വളർത്തുകയാണ് വേണ്ടത് എന്ന് ചുരുക്കം. പിന്നെ കുട്ടികളെ നല്ല സാമൂഹ്യ ബോധമുള്ളവരാക്കേണ്ടത് അത് നമ്മുടെ പണിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ വീട് എങ്ങനെയെന്ന് നോക്കിയപ്പോൾ നാടാണല്ലോ ജീവിക്കാനുള്ളത്. നാട്ടിൽ വേണ്ടാത്തരങ്ങളുണ്ട്, അതിൽ കുടുങ്ങരുത് എന്നും. നാട്ടിൽ നല്ല ആൾക്കാരുണ്ട്, അവരുടെ കൂടെ കൂടണമെന്നും. ചീത്തകൾ നാട്ടിൽ ഇല്ലാതെയാകണമെന്നും ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള നാടാണെന്നും ഈ ബോധമൊക്കെ മനുഷ്യരുണ്ടാക്കി കൊടുക്കേണ്ടതായ ഉമ്മയാണ്. ഉമ്മമാരുടെ പണിയിൽപ്പെട്ടതാണ്. വീട്ടിൽ നിന്ന് കിട്ടേണ്ടതാണ് സാമൂഹ്യ ബോധം എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് കിട്ടേണ്ടതാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് കിട്ടേണ്ടതാണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് കിട്ടേണ്ടതാണ് മനുഷ്യസ്നേഹം എന്ന് പറയുന്നത്. ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ്. കുട്ടിക്ക് ചോറ്റുപാത്രം, വെള്ളം, ബുക്ക് എല്ലാം കൂടി ബാഗിലെത്തി പിന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് നീ ആർക്കും കാട്ടിക്കൊടുക്കണ്ട, വെള്ളക്കുപ്പി ഇതുണ്ട് ആർക്കും കൊടുക്കണ്ട, നിന്നെ കുടിച്ചോണ്ടിട്ടൊന്ന് ഉപദേശിക്കുകയാണെങ്കിൽ വെടക്കാക്കാണ് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്ത് വേണം? മോനെ വെള്ളമുണ്ട്, ഇത് നീ കുടിച്ചോണ്ട് അത്യാവശ്യം ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാൻ മടിക്കരുത് കേട്ടോ എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. മോനെ മീൻ പൊരിച്ചത് ചുറ്റുപാത്രത്തിലുണ്ട്, കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കുറച്ച് കൊടുത്തോണ്ടിട്ടോ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ നിങ്ങളോടും സ്നേഹമുള്ളവനായിട്ട് ആ കുട്ടികളുമല്ലോ. അതേസമയത്ത് മീൻ പൊരിച്ചതുണ്ട്, ആർക്കും കാട്ടിക്കൊടുക്കണ്ട, മുഴുവൻ തിന്നണട്ടോ എന്ന് പറഞ്ഞാലോ ഉയർത്തം കെട്ടവനായിട്ടാണ് പറയും. ഇങ്ങനെ സാമൂഹ്യ ബോധം, മനുഷ്യ സ്നേഹം, ഇതൊക്കെ വീട്ടിന്റെ ഉള്ളിൽ നിന്നുണ്ടാക്കുന്നതാണ്. സ്നേഹം അത് കുട്ടിക്ക് കിട്ടണം. നടക്കുന്നത് എന്താന്ന് പറയുമ്പോൾ മുലകുടി പോലും നിഷേധിക്കപ്പെട്ടിട്ടാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. ഉമ്മാന്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു പേടിച്ചിട്ട് കുട്ടിക്ക് മുല കൊടുക്കില്ല. ഉമ്മാന്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടല്ല മുലയിൽ പാലുണ്ടായതും മുല അള്ളാഹുതആല പടച്ചതുപോലും. അത് കുട്ടിക്ക് വേണ്ടി പഠിച്ച സാധനമാണ് രണ്ടും. അതിലെ പാലും അവയവവും. ഉമ്മക്ക് വേണ്ടിയല്ല, ഉമ്മക്ക് മുല അത് കുട്ടിക്ക് വേണ്ടിയുള്ളതാണ്. എന്നിട്ട് അത് തടഞ്ഞു വെക്കുക. സൗന്ദര്യം നഷ്ടപ്പെടുന്നവർക്ക് മുല കൊടുക്കാതിരിക്കുക. എന്ത് ദുർമാണി ചെയ്യുന്നത്? ഇതിന്റെ പേര് പരിഷ്കാരം, ഇതിന്റെ പേര് പുരോഗമനം എന്ന്. ലാളന മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട കാര്യമാണ്. ഏതൊക്കെ മക്കൾക്ക്? എല്ലാ മക്കൾക്കും. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെ നമുക്കും ഒരു താല്പര്യമാണല്ലോ അവരുടെ ജീവിയും കഴിയുമൊക്കെ കാണാൻ. അപ്പൊ നമ്മൾ ലാളിക്കും. കുറച്ചങ്ങോട്ട് നടക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് ഉണ്ടാവില്ല, കാരണം അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു 5-6 വയസ്സാകുമ്പോഴാണ് കുട്ടിക്ക് മനസ്സിലാക്കുക ഞാനൊരു കുട്ടിയാണ് എന്നത്. അപ്പൊ നമ്മൾ ലാളിക്കില്ല. യഥാർത്ഥത്തിൽ ഏറ്റവും സ്നേഹം കിട്ടേണ്ടത് ചെറിയ കുട്ടികൾക്കല്ല. ചെറിയ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാതെ തന്നെ അത് കിട്ടും. നമ്മളെ സ്നേഹം അവർ ചിരിച്ച് കളിച്ച് പിടിച്ച് വാങ്ങുക തന്നെ ചെയ്യും. ധൃതി പിടിച്ച് അതിന്റെ മുമ്പായിട്ട് ഓടുന്നതിൻ്റെ ഇടയിൽ ചെറിയ പൈതലാകുന്ന പറഞ്ഞ് ചിരിക്കുന്നുണ്ടെങ്കിൽ അവനൊരു സ്ഥലം പറഞ്ഞ് അവനൊരു ഉമ്മ കൊടുത്ത് പൊട്ടട്ടമ്മക്കൊന്നും പറയാതെ ഒരു കരളുള്ള മനുഷ്യനാണ്ട് പൊക്കാൻ കഴിയുമോ? അവിടെ എനിക്ക് തിരക്കാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഓടാൻ ഒരു മനുഷ്യൻ കഴിയില്ല. അവന് വേണ്ട സ്നേഹം അവൻ വാങ്ങും എന്നർത്ഥം. അതേ സമയത്ത് കുറച്ചങ്ങോട്ട് വലുതായി കഴിഞ്ഞാൽ, ഒരു 10 വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞാൽ അകന്നകന്നു പോകും. അന്നാണ് സ്നേഹത്തിന് ദാഹിക്കുക. അപ്പോഴാണ് മനഃപൂർവ്വം അത് കൊടുക്കേണ്ടത്. ആൺമക്കളായാലും പെൺമക്കളായാലും കൂട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം, സലാം പറയണം, തലോടണം, മടിയിലിരുത്തണം, ഒപ്പം കഴിക്കണം, വായിൽ കൊടുക്കണം. ഇതൊക്കെ അല്ലെങ്കിൽ കുട്ടിക്ക് എന്താ തോന്നുകയെന്ന് വെച്ചാൽ ഉമ്മക്ക് അഞ്ജന മാത്രം മതി, എന്നെ വേണ്ട, ഉമ്മക്ക് അനിയത്തിയെ മാത്രം മതി, എന്നെ വേണ്ട, ഇങ്ങനെയാണ് തോന്നലുണ്ടാക്കുക. കാരണം വെച്ചാൽ നമ്മുടെ ഒരു ഭാഗം എന്താണ്, ചെറുതാവുമ്പോ ഇതിലേറെ സ്നേഹമാരോട് കാണിച്ചിട്ടുണ്ടാവും നമ്മൾ. കാരണം നമ്മുടെ 1ാമത്തെ കുട്ടിയായിരുന്നു. അന്ന് നമുക്ക് കുട്ടികളോട് തന്നെ ഭയങ്കര താല്പര്യമായിരുന്നു. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു കരുതുണ്ടായിരുന്നു എന്ന നിലക്കാണ് നമ്മളവരെ നോക്കിയത്. കണ്ണുമുങ്ങിയായിരുന്നു ഒരുപാട് ആളുകൾക്ക്.
പക്ഷേ ഈ 1-ാം വയസ്സിലും 2-ാം വയസ്സിലും ഒക്കെ ഓമനിച്ചതും ലാളിച്ചതും അടിയിൽ കൊണ്ട് നടന്നതും ഉമ്മ കൊടുത്തതും കെട്ടിപ്പിടിച്ചതും ഇതൊന്നും ഓൻ അറിഞ്ഞിട്ടില്ലല്ല. നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? നമ്മളെ ഉമ്മാന്റെ മുല നമ്മളെ വിളിച്ച് നമുക്കാക്കിയില്ലോ. എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, 2 കൊല്ലം മുല വിളിച്ചെന്നൊക്കെ ആരെപ്പത് അറിഞ്ഞു എന്നതുപോലെ നമ്മുടെ മുതിർന്ന കുട്ടികളെ അറിഞ്ഞിട്ടില്ല നമ്മളവരെ ലാളിച്ചതൊന്നും. അവരറിയുന്നത്, അവർ കാണുന്നത് ചെറിയതിനെ ലാളിക്കുന്നത് മാത്രമാണ്. എന്നിട്ട് പിന്നെ അവൻ ആലോചിക്കുന്നത് എന്നോട് സ്നേഹമില്ല എന്നാണ്. കാരണം അവന്റെ മനസ്സ്, അവളുടെ മനസ്സ് സ്നേഹത്തിന് വേണ്ടി ലാളിക്കുന്നു. മര്യാദകൾ പഠിപ്പിക്കേണ്ടത് അത് വീട്ടിൽ നിന്നാണ്. ആൺകുട്ടി വേറെയാണ്, പെൺകുട്ടി ചിലതാരത്തിലോ പറഞ്ഞില്ലേ, 7 വയസ്സായാലും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേറെ കിടത്തണം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവർ തമ്മിലും വേറെയാക്കണം, മാതാപിതാക്കളിൽ നിന്നും വേറെയാക്കണം. 7 വയസ്സായ പെൺകുട്ടിനെ 7 വയസ്സായ പെൺകുട്ടിനെ ഉപ്പാന്റെ കൂടെ കിടത്തരുത്. 7 വയസ്സായ ആൺകുട്ടിയെ ഉമ്മാന്റെ കൂടെ കിടത്തരുത്. 7 വയസ്സായ കുട്ടികളെ തമ്മിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൂടി ഒരു ബെഡിൽ കിടത്തരുത്. എന്താ കുട്ടികളെ നമ്മുടെ കുട്ടികളോട് വല്ലാത്തത് ചെയ്യും? ഇല്ല. പക്ഷെ ഇബ്ലീസ് ചെയ്യും. ഇബ്ലീസിന് അതൊക്കെയാണ് പണി. മനുഷ്യൻ ചിന്തിക്കാത്തത്, മനുഷ്യന് തോന്നാത്തത്, മനുഷ്യൻ ചെയ്യാത്തത് ഒക്കെ ചെയ്യിപ്പിക്കലും ചിന്തിപ്പിക്കലും ഒക്കെയാണ് ഇബ്ലീസിന് പണി. അങ്ങനെ ഇബ്ലീസിന് വേടി വെച്ച് കൊടുക്കരുത്, അതിനവസരം കൊടുക്കരുത്, വേറിട്ട് നടത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളുടെ കാര്യത്തിൽ കൽപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ മാതാപിതാക്കൾ എന്ന് പറയുന്ന ആ ഉത്തരവാദിത്തം ശരിയായി നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ വീട് മസ്കൻ, മനസ്സമാധാനത്തിന്റെ ഉത്ഭവ കേന്ദ്രമായിട്ട് മാറുന്നത്. വീട്ടിൽ മക്കൾ മാത്രമല്ല ഉണ്ടാകുക, നമ്മളൊക്കെ മാതാപിതാക്കളായതുപോലെ നമ്മളൊക്കെ മക്കളുമാണ്. നമ്മളെല്ലാവരും മാതാപിതാക്കളായതുപോലെ തന്നെ നമ്മളൊക്കെ മക്കളുമാണ്. മാതാപിതാക്കളുടെ കാര്യം നേരത്തെ സഹോദരി ജമീല സൂചിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനോട് ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാഹു തആല വിളിച്ചിരിക്കുന്നു, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും. എന്തിനാ ഇത് രണ്ടും കൂടി ഒപ്പം പറയുന്നു? അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നും വെളുപ്പും വൃത്തിയോടെ ജീവിക്കണമെന്നും, അല്ലെങ്കിൽ അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നും സത്യസന്ധരായിരിക്കണമെന്നും, അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നും സൽസ്വഭാവികളായിരിക്കണമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലെ അല്ലാഹ് എന്തിനാ ഇമ്മാന്റെയും ബാപ്പാന്റെയും കൂടി കാര്യം കൊണ്ടുവന്നിട്ട് അള്ളാന്റെ കൂടെ വെച്ചിരിക്കുന്നത്? പണ്ഡിതന്മാർ അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. 3 കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തത് നമ്മുടെ ഉണ്ടാകലിന് അള്ള കഴിഞ്ഞാൽ പിന്നെ പങ്കുള്ളത് മാതാപിതാക്കൾക്കാണ്. രണ്ടാമത്തത് ഈ പങ്ക് അള്ള നമ്മളെ സൃഷ്ടിച്ചത് നമ്മളറിയുന്നില്ല എന്നതുപോലെ തന്നെ ഉമ്മയും ഉപ്പയും നമുക്ക് ജന്മം നൽകിയത് നമ്മൾ അറിയുന്നില്ല. നമ്മളെ വയറ്റിൽ ചുമന്ന് കൊണ്ട് കടന്ന് ഇടങ്ങാറായത് നമ്മൾ അറിഞ്ഞിട്ടില്ല. 2 കൊല്ലം നമുക്ക് മുലയൂറ്റിയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളെ ഒരുപാട് സ്നേഹിച്ചത്, നമുക്ക് വേണ്ടി ഉറക്കളച്ചത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതിൽ മാതാപിതാക്കൾ ഒരുപോലെയാണ്. 3ാമത്തെ കാര്യം ഗുരുതരമായ ശിക്ഷ രണ്ടിനും ഒരുപോലെ. അല്ലാഹുവല്ലാതെ അല്ലാഹ്ക്കല്ലാതെ ഇബാദത്ത് ചെയ്താൽ അതിന്റെ പേര് ശിർക്ക് എന്നാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നത് പോലെ വേറെ ഒരാൾ ആരാധിക്കുന്നത്, അള്ളാഹിനോട് ദ്വയക്കുന്നത് പോലെ വേറൊരാളോട് ദ്വയക്കുന്നത്, അള്ളാഹിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലെ വേറൊരാളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പൊറുക്കൂല അള്ളാഹു വേറെ എന്ത് പൊറുത്താലും എന്നതുപോലെ അല്ല പൊറുക്കാത്ത പാപമാണ് വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്ന് പറയുന്നത്. അതിന് ഇഹലോകത്ത് തന്നെ കൊടുക്കുമെന്നാണ്. അതിനുള്ള ശിക്ഷ പരലോകത്തേക്ക് വെക്കില്ല എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. പരിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ഇങ്ങനെ അള്ളാഹിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു മാതാപിതാക്കളുടെ വിഷയം. ഇതെന്തിനാണ് ഇപ്പൊ പറയുന്നത്? ഒരുത്തൻ അവന്റെ ഉമ്മാനോടും ബാപ്പാനോടും മോശമായിട്ട് പെരുമാറും. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കില്ല. അറിയാതെ തന്നെ മനുഷ്യൻ നന്നായി പെരുമാറും ഉമ്മാനോടും ഉപ്പാനോടും. പിന്നെ എപ്പോഴാ മോശമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന് അവരും ഇവരും കൂടി 2 അഭിപ്രായക്കാരാകുമ്പോൾ അപ്പോഴും പറ്റില്ല. കണ്ടീഷനില്ല. ഇത് ഉമ്മയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം ചേർത്ത് പറഞ്ഞതിന്റെ മറ്റൊരു കാരണം അതാണ്. അള്ളാഹു പണക്കാരനാക്കിയാലും പാവപ്പെട്ടവനാക്കിയാലും, അള്ളാഹു സാധുവാക്കിയാലും